ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് കറ്റാർ വാഴ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് തലയിൽ പുരട്ടാനുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ തലയിൽ അപ്ലൈ ചെയ്യാനുള്ള ഈ കൂട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 കഷ്ണം കറ്റാർ വാഴ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്നും ഒരു മഞ്ഞ നിറത്തിലുള്ളൊരു ദ്രാവകം പുറത്തേക്ക് വരും. ഇത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനുശേഷമാണ് ഇതിനുള്ളിലുള്ള പൾപ്പ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്തുള്ള ജെല്ല് ഉപയോഗിച്ച് നമ്മൾ തലയിൽ മസാജ് ചെയ്യുമ്പോൾ ശിരോചർമ്മം വരണ്ടു പോവാതിരിക്കുകയും താരൻ പോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൽ നിന്ന് വരുന്ന മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. അതിനുശേഷം വേണം നമുക്ക് ഇതിനുള്ളിലുള്ള ജെല്ലെടുക്കാൻ. ഈ 2 സൈഡിലുള്ള ഈ മുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ജെല്ല് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ തലയിൽ പുരട്ടി മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും തന്മൂലം മുടി വളർച്ചയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തെ ജെല്ലെടുക്കാം. രണ്ടാമതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൽ ധാരാളം വിറ്റാമിൻ ഇയും അതുപോലെ കൊഴുപ്പും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടിയുടെ തിളക്കവും ഭംഗിയും വർദ്ധിപ്പിക്കാൻ തേങ്ങാപ്പാൽ സഹായിക്കുന്നു. അപ്പോൾ ഈ ജെല്ല് മുഴുവൻ നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് മുടിയുള്ളതിനനുസരിച്ചാണ് നമ്മളിത് എടുക്കേണ്ടത്. അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാലും അതുപോലെ കറ്റാർ വാഴ ജെല്ലും നമ്മൾ എടുക്കേണ്ടതാണ്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഈ പൾപ്പ് നമ്മളിവിടെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. മുടിയിൽ മുഴുവനായിട്ട് പുരട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത്ര തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് തലയോട്ടിയിൽ പുരട്ടി 2-3 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം തലമുടിയിലും പുരട്ടാവുന്നതാണ്. അതിനുശേഷം നോർമൽ വാട്ടറിൽ വെറുതെ കഴുകിക്കളഞ്ഞാൽ മതിയാകും. ചീപ്പ് ഉപയോഗിച്ച് മുടി വകഞ്ഞു മാറ്റിയതിന് ശേഷം ഓരോ ലെയറിലും പുരട്ടി കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാം. ഇത് പുരട്ടുമ്പോൾ തലയ്ക്ക് നല്ല കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നീരിറക്കമുള്ള ആളുകളാണെങ്കിൽ അധിക സമയം തലയിൽ വെച്ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.